ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത സംഗമത്തെ അഭിസംബോധന ചെയ്ത സഈദ് ബാഖവിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പണ്ഡിത സംഗമം തുടരുന്നു. നീണ്ട 15 വർഷക്കാലം EK വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായി സേവനമനുഷ്ഠിച്ച നന്ദി ജാമിഅ ദാറുസ്സലാം അറബിക് കോളേജിൽ നിന്നും ബിരുദം നേടിയ എടവണ്ണപ്പാറ സ്വദേശി മുഹമ്മദ് ബഷീർ താരിമി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. ആദരണീയരായ നേതാക്കളെ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, 5 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പള്ളി ദർസിലെ പഠനം പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജിൽ 2 വർഷം പഠിച്ചു. പിന്നീട് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിലും പഠിച്ചു. പഠനം പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റൂല, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ നിന്നാണ് സനദ് വാങ്ങിയിട്ടുള്ളത്. തുടർന്ന് 4 കൊല്ലം മുദരിസായും പിന്നീട് 15 കൊല്ലത്തോളം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായും സേവനം ചെയ്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടാനുണ്ടായ കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പഠിച്ചതുപോലെ പറയാൻ വേണ്ടിയിട്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ വന്നത് എന്ന്. യഥാർത്ഥത്തിൽ പള്ളി ദർസിൽ പഠിച്ചിട്ട് കോളേജിലൊക്കെ പോയി സനദ് വാങ്ങി വന്നാൽ അവൻ സുന്നിയായിരിക്കണം, സമസ്തക്കാരനായിരിക്കണം എന്ന ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉത്ഭവിക്കുന്നത്. കിതാബ് ഓതി പഠിച്ച ആളുകൾ മുജാഹിദാകും. ഞാൻ ചിന്തിക്കുന്നത് 20 കൊല്ലത്തോളം കിതാബ് ഓതിപ്പടിച്ച കിതാബുകൾ കുട്ടികൾക്ക് ദർസ് നടത്തിയിട്ടും ഈ മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കിതാബ് ഓതിപ്പടിക്കാനാണ് പറയാറുള്ളത്. ഓത്തും വായനയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കിതാബ് ഓത്ത് തുടങ്ങുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ സിഗത്ത് മാതാ മുദക്കർ വായിബ് ഹിസ്ബാത്ത് ഫീല് മാദി മാറൂഫ് ദമീർ ദറഹുവ എന്താണ് ആ പറഞ്ഞത് ഓതി കൊടുക്കണം. ഉസ്താദിന് മനസ്സിലായിണ്ടാവൂല, കുട്ടിക്കും തിരിഞ്ഞിട്ടുണ്ടാവൂല. ചോദിച്ചാൽ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിയും. എന്താണ് ഈ ഓതുന്നത് എന്ന് ആലോചിക്കാത്തൊരു സ്വഭാവത്തിലെ ദർസ് സംവിധാനം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. തഫ്സീർ ജലാലയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസർ നമസ്കാരം ഖളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടാളക്കാരന്റെ ഭാര്യയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖയെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കരുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നെഞ്ചത്തടിച്ചപ്പോൾ സുലൈഖയെ വ്യഭിചാരം ചെയ്യാനുള്ള തന്റെ വികാരം തന്റെ വിരൽ തുമ്പിലൂടെ ഫഖറജത്ത് ശഹവത്തുഹു മിൻ അനാമിലിഹി, തന്റെ വിരൽ തുമ്പിലൂടെ അദ്ദേഹത്തിന്റെ വികാരം പുറത്തുപോയി എന്ന് തഫ്സീർ ജലാലയിൽ പള്ളി ദർസിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ മുശ്രിക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അഫറഅയ്തുമുൽ ലാത്ത വൽ-ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ എന്ന് ഓതിയതിന്റെ പിന്നാലെ പ്രവാചകൻ അറിയാതെ തന്റെ നാക്കിലൂടെ പിശാചി പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു, തിൽക്കൽ ഖറാരീഖുൽ ഗുല വഇന്ന ശഫാഅത്തുഹുന്ന ലതുർതജ, ഈ വിഗ്രഹങ്ങളെ ശുപാർശ നാളെ പരലോകത്ത് പ്രതീക്ഷിക്കപ്പെടാമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിലൂടെ പറഞ്ഞപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം സന്തോഷിക്കുകയും പ്രവാചകൻ സുജൂദ് ചെയ്തപ്പോൾ ശത്രുക്കളും സുജൂദ് ചെയ്തുവെന്ന് പ്രവാചകന്റെ തൗഹീദിന്റെ മൂലക്കല്ലിളക്കുന്ന പരാമർശം തഫ്സീർ ജലാലിയിൽ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വളർത്തുപുത്രന്റെ ഭാര്യയെ സ്നേഹിച്ച് വിവാഹം ചെയ്തുവെന്ന് തഫ്സീർ ജലാലിയിൽ പറയുന്നു. സൂറത്തു തഹരീമിന്റെ ആദ്യത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിച്ച ഒരു വിഷയം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും പരാമർശിച്ച വിഷയം എന്നുമുണ്ടാതെ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കുന്ന പരാമർശം തഫ്സീർ ജലാലയിൽ നടത്തിയിട്ട് ഇതൊക്കെ ഓതി പഠിക്കാൻ മൂലമാരും ഇതൊക്കെ അങ്ങനെയായിട്ട് ഓതും. പിറ്റത്തെ കൊല്ല ജമ്മു ജവാമി ഓതാണ്. ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രമാണം പ്രവാചകന്റെ സുന്നത്ത് ദീനിൽ പ്രമാണമാണ് എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് അൽ അംബിയാ മഹ്സൂമൂൻ, പ്രവാചകന്മാർ പാപ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം ആരംഭിക്കുന്ന സമയത്ത് നാളിതുവരെ ഒരു മുസ്ലിയാരും അല്ല ഉസ്താദെ, കഴിഞ്ഞല്ലപ്പോൾ തഫ്സീർ ജലാലിനെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയല്ലോ ഓതി പഠിച്ചത്, അപ്പൊ എന്താ ഈ പറയുന്നത്? ഇതുവരെ ഒരു മുസ്ലിയാരും ചോദിച്ചിട്ടില്ല. ചോദിച്ചുകൊണ്ട് 2 കിതാബും കൂടെ പള്ളി ദർസിലുണ്ടാവൂല. ഇങ്ങനെ എന്താണ് ഓതി പഠിക്കുന്നത് എന്നറിയാതെ അങ്ങനെ അത് പാടുക. ഈ പാടൽ ഒഴിവാക്കിയിട്ട് എന്താണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കണം സഹോദരന്മാർ. നേരത്തെ എൻ്റെ മുൻ കഴിഞ്ഞുപോയ പ്രാസംഗം ഞാനൊക്കെ സൂചിപ്പിച്ച ഒരു വിഷയം അടിസ്ഥാനപരമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 177-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലൈസ ഫീ ലുസൂമി തവജ്ജുഹി ഇലാ ജിഹത്തിൻ മിനൽ മശ്രിഖി അവൽ മഗ്രിബി ബിർറുൻ വലാ തഅഹത്തുൻ ഇല്ലം യകുൻ അൻ അംരില്ലാഹി തആല വശർഇഹി. പടിഞ്ഞാറ് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ തിരിയുന്നതിൽ ഒരു പുണ്യമില്ല, അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ എന്താണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അവിടെ കിബറയുണ്ടായതുകൊണ്ടല്ല. അതായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ 17 മാസക്കാലം പ്രവാചകൻ ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് ഖിബല മക്ക തന്നെ, ഇനി ഫലസ്തീനിലല്ല. അന്ന് പുണ്യം മഹായത് അള്ള അങ്ങോട്ട് തിരിയാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ഇങ്ങോട്ട് തിരിക്കുന്നത് റഹ്മാനായിരിക്കുന്ന റബ്ബ് തിരിയാൻ പറഞ്ഞതുകൊണ്ട് റഹ്മാനായ റബ്ബും അവന്റെ റസൂലും എന്തു പറഞ്ഞോ അത് സ്വീകരിക്കാനാണ് പുണ്യകർമ്മം എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലും കാണാം, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വഹുവ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ വഹുവ മുത്തബിഉൻ ഫിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅോടുകൂടെ അമൽ ചെയ്യണമെന്ന് കാണാൻ സാധിക്കും. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട ആളുകളെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇബ്നു കസീറിൽ കാണാം, ഇന്നമാ ഹിയ ആമത്തുൻ ഫീ കുല്ലി മൻ അബദല്ലാഹ തആല അലാ ഗൈരി തരീഖത്തിൻ മർദിയത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പ്രവാചകനോ പ്രവാചകന്റെ സുന്നത്തരോ ഇല്ലാത്ത ഒരു കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച ആളുകൾ മുഴുവനും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ സൂചിപ്പിക്കുന്നു സഹോദരന്മാർ. അപ്പൊ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രവാചകൻ പഠിപ്പിച്ചതാവണം. ജമ്മുൽ ജവാബിയിൽ 2-ാം പ്രമാണം പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ പ്രവാചകന്മാർ പാപ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിനാണ് പ്രവാചകന്റെ സുന്നത്ത് ദീനിൽ പ്രമാണമാണെന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ പാപ സുരക്ഷിതരായെന്ന് പറയണം? അവിടെ തന്നെ പറയുന്നു, വലി തവഖുഫി ഹജ്ജിയത്തി സുന്നത്തി അലാ ഇസ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ ബിഹാ ദാകിറൻ ജമീഅൽ അംബിയായി ലിസിയാദത്തിൽ ഫായിദ ഫഖാല അൽ അംബിയാഉ മഹ്സൂമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ദീനിൽ പ്രമാണമായത് നബി പാപ സുരക്ഷിതനായതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ സുരക്ഷിതൻ അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തും അള്ളാഹുവിന്റെ ദീനിൽ പ്രമാണമാവുകയില്ല എന്നാണ് പള്ളി ദിവസം നമ്മൾ പഠിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ കുത്തുബിയ്യത്ത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ? ഈ മൗലിദ് പ്രവാചകൻ പഠിപ്പിച്ചതാണോ? അല്ലാതെ റാത്തീബുകളും കുത്തുബിയ്യത്ത് കുത്തറാത്തീബുകളും മുഴുവനും അതൊന്നും പ്രവാചകൻ പഠിപ്പിച്ചതല്ല. മാത്രമല്ല ഈ ഒരു സമർത്ഥക്കാരും ഒരു മുഫത്തിഷായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ ഒരു സമർത്ഥക്കാരും മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒട്ടേറെ ദിക്റുകളും പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല എന്ന് മാത്രമല്ല ഷാഫി മദ്ഹബിൽ പോലും നിങ്ങൾക്ക് അതിന്റെ പ്രമാണം കണ്ടെത്താൻ സാധ്യമല്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വാങ്ങു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്. KNM-ന്റെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത. അത്രയുള്ളൂ ഹദീസിൽ. സമർത്ഥകാരം പഠിപ്പിക്കുന്നതിൽ വദ്ദറജത്തുർ റഫീയത കാണാം. വർസുഖനാ ശഫാഅത്തുഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ് എന്ന് കാണാം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ, പള്ളി ദർസിൽ ഓതി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഫത്ഹുൽ മീലുണ്ടോ?
ബഹുമാനപ്പെട്ട നബവി ഇമാമിന്റെ അദ്കാറിലുണ്ടോ? ഇബ്നു ഹജറിന്റെ തുഹ്ഫയിലുണ്ടോ? ഇമാം റംലിയുടെ നിഹായിലുണ്ടോ? മുഗ്നിൽ മുഹ്താജിലുണ്ടോ? അസ്നൽ മതാരിബിലുണ്ടോ? ബുസൈരിമിയൽ ഖതീബിലുണ്ടോ? ബുസൈരിമിയൽ മൻഹജിലുണ്ടോ? ശാഫി മദ്ഹബിലെ പ്രാമാണികമായ ഒരു കിതാബിലും ഇല്ലാത്ത പ്രാർത്ഥനയാണ് നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് ധൈര്യസമേതം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുമില്ല, ആരംഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. മുജാഹിദ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ട് വുളു ആരംഭിക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന നബവി ഇമാമിന്റെ അദ്കാറിലുണ്ടോ? ഇല്ല. നബവി ഇമാം എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഖാല ബഅദു അസ്ഹാബിന ഹുവ അശ്ശൈഖ് അബുൽ ഫത്ഹ് നസ്റുൽ മുഖദ്ദസ് അസ്സാഹിദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, വുളൂവിന്റെ ആരംഭത്തിൽ ബിസ്മി കഴിഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാദല്ലദീ ഖാലഹു ലാ ബഅസ ബിഹി, അദ്ദേഹം പറഞ്ഞതിന് തർക്കമൊന്നുമില്ല. ഇല്ലാ അന്നഹു ലാ അസ്ല ലഹു മിൻ ജിഹത്തി സുന്നതി. രണ്ടാം ഷാഫി എന്ന് പറയുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വുളൂവിന്റെ ആരംഭത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് പ്രവാചകന്റെ സുന്നത്തിൽ അടിസ്ഥാനമില്ലെന്ന് പറയുന്നത് രണ്ടാം ഷാഫിയായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ദിക്റുകൾ മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടാൻ പഠിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വബറകാതുഹു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഅലം അന്നൽ അക്മല ബിസ്സലാമി, സലാം വീട്ടുന്നതിൽ ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന രൂപം അൻ യഖൂല അൻ യമീനിഹി, വലത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടവൻ പറയലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലാ യുസ്തഹബു, സുന്നത്താക്കപ്പെടുകയില്ല, അൻ യഖൂല മാഹു, അതോടൊന്നിച്ച് പറയൽ, വബറകാതുഹു, വബറകാതുഹു എന്ന് കൂട്ടി പറയൽ, ലിഅന്നഹു ഖിലാഫുൽ മശ്ഹൂർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിൽ നിന്ന് അറിയപ്പെട്ടതിന്റെ എതിരാണ്. ഇമാം ഷാഫി ഇമാമിന്റെ രണ്ടാം ഷാഫി എന്ന് പറയുന്ന മുഹർറിറുൽ മദ്ഹബായിട്ടുള്ള ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആയിട്ട് പറയുന്നത്, നബവി ഇമാം ഷാഫി ഇമാമിന്റെ ശിഷ്യനൊന്നുമല്ല. ഷാഫി ഇമാം വഫാത്തായത് 204 ബഹുമാനപ്പെട്ട നബവി ഇമാം ജനിക്കുന്നത് 631. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായി കൃത്യമായി പറഞ്ഞാൽ 427 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഈ ഷാഫി മദ്ഹബിലെ കിതാബുകൾ നിങ്ങൾ അവലംബമാക്കുകയാണ്. ഖുർആനും ഹദീസും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഷാഫി മദ്ഹബില്ല, ഞങ്ങൾക്ക് മാഫി മദ്ഹബ. അതുകൊണ്ട് ഷാഫി മദ്ഹബ് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നതിൻ്റെ ശേഷമുള്ള പ്രതികരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നത്, എല്ലാവിധ നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവസാനം ഏറ്റവും ലൈറ്റസ്റ്റ് ബുദ്ധിമുട്ട്, മെനിയാന്ന് വൈകുന്നേരം 5:30 മണിക്ക് എൻ്റെ നാട്ടിലേക്ക് ബഷീർ ദാരിമി ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. 7 മണിക്ക് മയ്യത്ത് ജനാസ മറവ് ചെയ്യുമെന്ന ന്യൂസ് എൻ്റെ നാട്ടിലേക്ക് അയച്ചു. നാട്ടിലാകെ വർത്താൻ എല്ലാവരും ബഷീർ ദാരിമി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഉമ്മ അറിഞ്ഞില്ല, ജ്യേഷ്ഠന്മാരെല്ലാവരും പറഞ്ഞു. ഇത്രമാത്രം കടുത്ത കള്ളത്തരം പ്രചരിപ്പിക്കുന്ന മുസ്ലിംമാരെ ആദർശം കൊണ്ട് നേരിടാൻ വയ്യെങ്കിലും ഈ പണി മതിയാക്കിയിട്ട് വേറെന്തെങ്കിലും പണിക്ക് നല്ലത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളി ദർസിൽ പഠിച്ച് ആരാന്റെ മുതൽ തിന്നുകൊണ്ടും പള്ളി ദർസിൽ പഠിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് തിന്നാതെന്നുകൊണ്ട് പഠിപ്പിച്ച് കോളേജിൽ പോയിട്ട് ഒരു സനത് വാങ്ങി വന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കിയിട്ട് ഈ ചേളാരികിൽ നിന്ന് എഴുതി വിടുന്ന ഈ വിഷയങ്ങൾ ബിദ്അത്തുകൾ പഠിപ്പിക്കാനാണ് സഹോദരന്മാർ നമ്മൾ കിതാബ് ഓതി പഠിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പഠിച്ചതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഓതൽ ഒഴിവാക്കിയിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, കിതാബ് ഒന്ന് പരിശോധിച്ച് നോക്കുക. കിതാബ് പരിശോധിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുക. റഹ്മാനായിരിക്കുന്ന റബ്ബ് സത്യം മനസ്സിലാക്കുവാൻ, അത് ജനത്തിൻ്റെ മുമ്പ് തുറന്നു പറയാനും, അത് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പ്രയാസങ്ങളെ അതിജീവിക്കാനും, അക്ഷീണം മുന്നോട്ട് പോകാനും റഹ്മാനായിരിക്കുന്ന റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സരസവും ചിന്തനീയവുമായ വാചകങ്ങളിലൂടെ സമസ്തയുടെ കൂടാരം വിട്ടുപോരുവാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത മുഹമ്മദ് ബഷീർ ദാരിമിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇസ്ലാഹി പ്രവർത്തകർ, അതുപോലെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രസ്ഥാനത്തിനോട് എതിര് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു